ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. എൻ്റെ ഗേൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ കാണാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് കാലമായി ഞാൻ നിങ്ങൾക്കായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നീറ്റ് 2024 കഴിഞ്ഞത് പിന്നെ അതിൻ്റെ റിസൾട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങളും നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് കാലമായി. നിങ്ങളോട് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് തോന്നി. നിങ്ങളിപ്പം വളരെ വിഷമിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും. 2024 എഴുതിയവരാണെങ്കിൽ നിങ്ങളുടെ മാർക്കിലും റാങ്കിലും ഒക്കെയുള്ള വ്യത്യാസം അല്ലേ, ഇനിയും ഒരു വർഷം കൂടെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടാവും. പക്ഷേ വീട്ടിലെ സ്ഥിതി അതിന് പറ്റുന്നതല്ല. പേരൻസിനെ ഇനി കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളോർത്ത് മക്കൾ വിഷമിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് കോളേജിൽ കയറാൻ പറ്റില്ല എന്നുള്ള വിഷമം, വേറെ കോഴ്സുകൾക്ക് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് പോകുന്നതിലുള്ള വിഷമം, അതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുടെ ദ വേ ഓഫ് തിങ്കിങ്, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പോൾ മക്കൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ഇഷ്യൂ ആണ് നിങ്ങൾക്ക് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമില്ല. ഇനിയും ഞാൻ പഠിച്ചാൽ എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാർക്കിൽ ഞാൻ എത്തുമോ, ഈ എക്സാമിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അല്ലേ, പേപ്പർ ലീക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കൊക്കെ കിട്ടുമോ. ഇനി അതും എക്സാമിൻ്റെ ഇതല്ലാതെ തന്നെ നിങ്ങൾ ഒരുപാട് കോൺഫിഡൻസ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് അയക്കുന്ന മെസ്സേജുകളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു പോയിൻ്റാണിത്. ഒരുപാട് പേർക്ക് ഈ സെൽഫ് കോൺഫിഡൻസിൻ്റെ പ്രശ്നമുണ്ട്, സെൽഫ് ബിലീഫിൻ്റെ പ്രശ്നമുണ്ട്, ബോഡി ഷേമിങ് ഫേസ് ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അതായത് എനിക്ക് ഭയങ്കര ഹൈറ്റാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഹൈറ്റ് കുറവാണ്, എനിക്ക് നിറമില്ല, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് ഭയങ്കര വണ്ണാണ്, എൻ്റെ മുഖത്ത് കുറച്ച് പാടാണ് അല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന മക്കളുണ്ട്. ഇനി അതും അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന പോലെ മോസ്റ്റ് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് അതിനുള്ള സമ്മതമില്ല, നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ട് ഒരുപാട് മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങൾ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമം ഫേസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഏത് രീതിയിൽ ഡ്രസ്സ് ചെയ്താലും ഏത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾക്ക് നമ്മളെ നന്നായി പ്രസൻറ്റ് ചെയ്യാം. ഞാനൊക്കെ ഒരാളെ കാണുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് അവരുടെ അറ്റയറാണ്. അവരെങ്ങനെയായിട്ടിരിക്കുന്നത്. അവർ വലിയ വിലയുള്ള ഡ്രസ്സ് ഇടുന്നു, ഭയങ്കര ഭംഗിയുള്ള ഡ്രസ്സ് ഇടുന്നു, അതല്ല. നമ്മളിടുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് ആണെങ്കിൽ പോലും അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ക്യാരി ചെയ്യും. ആ ക്യാരിങ് എങ്ങനെ വരികയെന്നറിയോ, നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് വരും. അപ്പം നമ്മൾ എത്ര വില കുറഞ്ഞ ഡ്രസ്സ് ഇട്ടാലും ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാലും ആ കോൺഫിഡൻസ് നമ്മളിൽ കാണും. അപ്പം എൻ്റെ മക്കൾക്ക് ഇത് പറ്റും. ഓക്കെ, നിങ്ങളൊക്കെ ഭയങ്കര സുന്ദരികളാണ്, നമ്മളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്ന് നമ്മൾ തന്നെ അങ്ങ് വിശ്വസിക്കുക അല്ലേ. സോ അങ്ങനെ ഭംഗിയുടെ ഇത് വെച്ചിട്ടോ ബോഡി ഇങ്ങനെ ആയിന്ന് വെച്ചിട്ടോ ഒന്നും, ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് ഓർത്ത് മക്കൾ വിഷമിക്കാതിരിക്കുക, നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാക്കുക കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പിന്നെ നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ. പീരിയഡ്സ് അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഹോർമോണൽ ഇഷ്യൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഗേൾസിൻ്റെ കാര്യം എന്തൊരു കഷ്ടമല്ലേ. കാരണം നമുക്കിപ്പോൾ 28 ഡേ സൈക്കിൾ ഉള്ളവരുണ്ടാവും, 30 ഡേ സൈക്കിൾ, 15 ഡേയ്സിൽ പീരിയഡ്സ് വരുന്നവരുണ്ട്. അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ ചിലർക്ക് 2 ആഴ്ച മുമ്പേ സിംറ്റംസ് തുടങ്ങും അല്ലേ. അപ്പോൾ സിംറ്റംസ് വരും, ചിലർക്ക് തലവേദന, ഛർദി, നടുവേദന, ഇനി ഒരാഴ്ച മുമ്പേ സിംറ്റംസ് തുടങ്ങുന്നവരുണ്ട് അല്ലേ. ഫുഡ് ക്രേവിങ്സ് വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പീരിയഡ്സ് വരുമ്പോഴേക്ക് ചിലർക്ക് ഭയങ്കരമായിട്ട് ഹെവി ഫ്ലോ ഉള്ളവരുണ്ടാകും, ഭയങ്കര വയറുവേദന ഉള്ളവരുണ്ടാകും അല്ലേ, എണീറ്റ് നടക്കാൻ പറ്റാത്ത തല ചുറ്റി വീഴുന്നവരുണ്ടാകും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോഴൊന്നും നമുക്ക് പഠിക്കാനും പറ്റുന്നില്ല, പഠിക്കാൻ പോയിട്ടൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അല്ലേ. അത് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് സെറ്റിലായി ബോഡി ഒന്ന് ഓക്കെ ആയി വരും, ഒരു കുറച്ച് ദിവസം ഒന്ന് നോർമലായി പോകും, വീണ്ടും അടുത്ത സൈക്കിളിൻ്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ പിന്നെ വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ പീരിയഡ്സിൻ്റെ സമയത്ത് ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്ന സമയമായിരിക്കും. ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ആ സമയത്ത് പെട്ടെന്ന് ജലദോഷവും പനിയും പിടിക്കും. അല്ലെങ്കിൽ കുറച്ച് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുറത്തുനിന്നൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് പ്രശ്നം വരും. അങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതൊക്കെ കഴിഞ്ഞൊന്ന് ഓക്കെ ആയി വരുമ്പോഴേക്കും പിന്നെ അടുത്ത സൈക്കിളിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മക്കൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. PCOD ഒക്കെയുള്ള മക്കളുണ്ടാകും അല്ലേ. അപ്പോൾ PCOD ഉള്ളവർക്ക് മെഡിക്കേഷൻ തന്നിട്ടുണ്ടാകും. മെഡിക്കേഷൻ ഹെവി ഡോസാണ് മക്കൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം വരും, മുഖത്ത് നിറച്ച് കുരു വരും അല്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ റീസൺ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും നിൻ്റെ മുഖത്ത് എന്താ നിറച്ച് കുരു, നിനക്കത് എത്ര വണ്ണം, നീ അതെങ്ങനെ ചീർത്തിരിക്കുന്നത്, ഓക്കെ, ആർക്കും അതിനൊന്നും ഒരു റെസ്പോൺസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഹെൽത്തിൻ്റെ പ്രശ്നം ഒന്ന് നമുക്ക് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട്
നിങ്ങൾ മെഡിക്കേഷൻ എടുക്കുന്ന മക്കളാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ഓയിലി ഫാറ്റി ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി നമുക്ക് നമ്മുടെ ഹെൽത്തും ഈ പീരിയഡ്സിലെ സിവിയർ സിംറ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പിന്നെ ഒരുപാട് വേദനയൊക്കെയുള്ള സമയത്ത് നമുക്ക് 2-3 ദിവസം റെസ്റ്റ് എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് പതുക്കെ നമുക്ക് നമ്മുടെ സ്റ്റഡീസിലേക്കൊക്കെ തിരിച്ചു വരാം. പിന്നെ മക്കൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പഠിച്ചു വരുന്നവരല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ചിലർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ പുതിയൊരു ക്ലാസ്സിലോ പുതിയൊരു സ്ഥലത്തോ പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നൊക്കെ വന്നവരായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ അവർ വേറെ വേറെ സ്ഥലത്തൊക്കെ പഠിച്ചിട്ട് വന്നവരായിരിക്കാം. അപ്പോൾ അവർ ഭയങ്കര നല്ല ലാംഗ്വേജ് ആയിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതുപോലെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവരുടെ പോലെ നിങ്ങൾ എന്തെങ്കിലും വാക്കുകളൊക്കെ പറയുമ്പം അവർ നിങ്ങളെ കളിയാക്കാണ്, നിങ്ങളുടെ ആക്സെൻറ്റ് ശരിയില്ല അല്ലേ, നീ എന്താ ഈ പറയുന്നത്, അങ്ങനെ അല്ലടാ പറയുന്നത്, ഇങ്ങനെയാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നിന്നെ കളിയാക്കുകയാണ്. ഓക്കെ, പിന്നെ അവർ മനഃപൂർവ്വം നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഇൻസൾട്ടഡ് ആവുന്നുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ പറയുന്നില്ല, നിങ്ങളൊന്നും മിണ്ടുന്നില്ല അല്ലേ. സോ അത് ഓർത്ത് പക്ഷെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. വീട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോൾ രാത്രിയിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ട്, ഇത് ആലോചിച്ചിട്ട് എന്താ അവരെന്നെ അങ്ങനെ കളിയാക്കുന്നത്, ഞാൻ മാത്രം പറയുന്നത് എന്താ ഇങ്ങനെ. സോ it is completely okay. See, language is a medium of communication. നിങ്ങൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവണം, അത് മനസ്സിലാവുന്നത് വരെ എവ്രിതിങ് ഈസ് ഓക്കെ. അല്ലാണ്ട് അത് ഭയങ്കര ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ പറയണം അല്ലേ, അമേരിക്കൻ ആക്സെൻറ്റിൽ പറയണം, അങ്ങനെയൊന്നുമില്ല. അപ്പം ഇംഗ്ലീഷ് പറയുന്നത് ഏത് രീതിയിൽ പറഞ്ഞാലും നിൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ യു ഹാവ് സെർവ് ദ പേർപ്പസ്. ഓക്കെ, അപ്പോൾ ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു, ഞാൻ എന്നെ ബുള്ളി ചെയ്യുന്നു, എൻ്റെ ആക്സെൻറ്റ് ശരിയില്ല എന്ന് പറയുന്നിടത്ത് മക്കൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ലാംഗ്വേജ് വി യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അത് ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയാലും എൻ്റെ മക്കൾ ഏത് രീതിയിലും പറഞ്ഞാലും മറ്റേ ആൾക്ക് കാര്യം മനസ്സിലാവണം. ഇനി ഭയങ്കര പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് വേറെ രാജ്യത്ത് പോകുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ കമ്മ്യൂണിക്കേഷൻ ശരിയില്ല, ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ പ്രശ്നമുള്ളവരുണ്ട് കേട്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കറക്റ്റ് സെൻസിൽ കിട്ടുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമായിരിക്കും. ചില ആളുകളൊക്കെ ഇല്ലേ, നമ്മൾക്ക് തോന്നില്ലേ, അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്തൊരു ജാടയാ, എന്തൊരു റൂഡാ, നമുക്ക് തോന്നാറില്ലേ, എന്തൊരു അറോഗൻ്റായിട്ട് എന്തൊരു ജാടയായിട്ടാണ് അവൾ സംസാരിക്കുന്നത് നമുക്ക് തോന്നാറില്ലേ. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവരുടെ ടോൺ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ആരെയും അങ്ങനെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കാം. ലൈക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. സോ ലെറ്റ് ദം സ്പീക്ക് ഹൗ ദേ വോണ്ട്. നമ്മൾ നമ്മളായിട്ടിരിക്കുക, നമ്മൾ നമ്മുടേതായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക, ആൻഡ് ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. പിന്നെ മക്കളെ ശ്രദ്ധിക്കുന്നത്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. അതായത് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കണം എന്നൊക്കെ ഉണ്ട്, കുറേ നിങ്ങൾ വായിക്കുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, ക്ലാസ് പോയി പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്? കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഇപ്പം നീറ്റ് എക്സാമിന് പഠിക്കുമ്പോഴും ബോർഡ് എക്സാമിന് പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, നീറ്റിനൊക്കെ എസ്പെഷ്യലി കോൺസെപ്റ്റ് ഗെയിമാണ്. കോൺസെപ്റ്റ് നല്ല സ്ട്രോങ് ആയാൽ അതിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ആൻസർ ചെയ്തുകൂടെ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ടാക്കിൾ ചെയ്യാം, ഡയഗ്രാം ബേസ്ഡ് ആയിക്കോട്ടെ, മാത്സ് ഫോളോയിങ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ഈസ് ദ കിങ്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് നല്ല ബെസ്റ്റാക്കി മക്കൾ ബേസിൽ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അത് നമുക്ക് സ്ട്രോങ് ആയാൽ നിങ്ങൾ ഒരുപാട് നോട്ടുകൾ വായിക്കുക, ഒരുപാട് എഴുതി പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല. പഠിക്കുമ്പം വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, കുറേ സ്റ്റഡി ടെക്നിക്സ് ഉണ്ട്. ഇപ്പം പോമഡോറോ മെത്തേഡ് ഉണ്ട് അല്ലേ. പഠിക്കുമ്പോൾ ചെറിയ ബ്രേക്കുകൾ എടുത്ത് പഠിക്കുക, കുറച്ച് സമയം വായിക്കുക. അതായത് 15 മിനിറ്റ്സ് വായിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെയും 15 മിനിറ്റ്സ് വായിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും വീഡിയോ കാണുക, ബ്രേക്ക് എടുക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്റ്റഡി മെത്തേഡ്സും ഒരുപാട് ടെക്നിക്സും ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മെമ്മറി പവറിനെ ഇൻക്രീസ് ചെയ്യാം. പിന്നെയുള്ള മക്കൾക്കുള്ളൊരു പ്രശ്നമാണ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ് അല്ലേ. ഒരുപാട് പേര് അല്ലേ, അതായത് ആരെങ്കിലും ഒന്നിങ്ങനെ നോക്കിയാൽ മതി അപ്പം കരയുന്ന സ്വഭാവം. ഇപ്പോൾ തൊട്ടാവാടി എന്നൊക്കെ വിളിച്ച് നിങ്ങളെ കുറേ പേര് കളിയാക്കുന്നുണ്ടാകും. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇറ്റ്സ് ഓക്കെ ടു ബി സെൻസിറ്റീവ്. കരച്ചിൽ വന്നാൽ കരയണം അല്ലേ, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം, ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കണം. നമ്മളെ ഹ്യൂമൻ ബീങ്സ് അല്ലേ. നമ്മൾക്കുള്ള ഏറ്റവും വലിയ കഴിവാണ് നമ്മൾക്കുള്ള സെൽഫ് കോൺഷ്യസ്നെസ് ആൻഡ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്. അത് അങ്ങനെ തന്നെ ചെയ്യണോടാ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ മക്കൾ പക്ഷേ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങളത് ഹോണ്ട് ചെയ്യാണ്, മനസ്സിലിങ്ങനെ കിടക്കുക, പോകുന്നില്ല. എന്നാലും എന്താ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, എന്തൊരു കഷ്ടം അത്, ഞാൻ അങ്ങനെ ആണോ, എന്തിനാണ് എന്നോട് പറഞ്ഞത്. ചിലർ പറയും, നീയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, നീയൊക്കെ പഠിച്ച് ഡോക്ടറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ കരച്ചിൽ സ്വഭാവം കൊണ്ട് നിനക്ക് സ്ട്രോങ് ആവാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് മക്കളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നാമത്തെ കാര്യം,
ഈ പറയുന്ന ആൾക്കാരില്ലേ, നമ്മളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം മക്കൾ ഓർത്ത് വെക്കുക, ആൾ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അത് എന്നെയോ എൻ്റെ ലൈഫിനെയോ മാറ്റാൻ പോകുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ഇതെന്നെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം മക്കൾ ചിന്തിക്കുക. ഇതിനൊക്കെ ആൻസർ നോ ആണെങ്കിൽ പോവാൻ പറയടാ, ഇഗ്നോർ. അല്ലേ, നമുക്ക് നല്ലൊരു കഴിവുണ്ട്, ഹ്യൂമൻ ബീങ്സിന് കുറേ കഴിവുണ്ട്, അതിലുള്ള വളരെ വലിയൊരു കഴിവാണ് ഇഗ്നോറൻസ്. ഓക്കെ, അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക, ആവശ്യമുള്ളത് മാത്രം ഉള്ളിലേക്ക് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ പോട്ടെ എന്ന് പറയും. പറയില്ലേ, ഒരു ചെവി കൂടി കേൾക്കുക മറ്റേ ചെവി കൂടി വിടുക എന്നുള്ളത് നല്ല കാര്യമാണ്. പോസിറ്റീവ്ലി നിങ്ങളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഉള്ളിലേക്ക് എടുത്തോളൂ. ആര് പറയുന്നതും മക്കൾ കേൾക്കണം. അതല്ലാതെ നിങ്ങളെ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് മക്കൾ കേൾക്കാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ മക്കൾക്കുള്ള മറ്റൊരു പ്രശ്നമാണ് ഷെയർ ചെയ്യാൻ ആരുമില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്, മനസ്സിലിങ്ങനെ കിടക്കുകയാണ്, പക്ഷേ ആരുടെ അടുത്ത് പറയും, പാരൻസിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ആ റൈറ്റ് സെൻസിൽ കിട്ടുന്നില്ല, അല്ലെ അവരോട് പോലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങൾ എനിക്കുണ്ട്, അല്ലെ ചില പ്രായത്തിൽ നമുക്കുണ്ടാകുന്ന ചില വിഷമങ്ങൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ചിലപ്പം പറയാൻ നമുക്കൊരു മടി നാണമൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കുറേ വർഷം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുക അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അവരോട് ആ ഒരു കണക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്, പക്ഷെ ആരെ ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലേ, ആരെ വിശ്വസിക്കും, ഞാൻ വിശ്വസിച്ച് ഇവരോട് ഈ കാര്യം പറഞ്ഞാൽ അവരത് വേറെ ആരുടെയെങ്കിലും പോയി പറയുമോ, അവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, അങ്ങനെയുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള മക്കളുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്സിൽ തന്നെ, നിങ്ങൾക്കുള്ള ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവരുടെയും നിങ്ങൾക്ക് ഫ്രണ്ട് ആവണം, നിങ്ങൾക്ക് കുറേ പേരുടെ കൂടെ വേണം, നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ആ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലൊക്കെ ചേരുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ആരെയും ഇഷ്ടമല്ല, നിങ്ങൾ അവരുമായിട്ട് ഒന്നും കംഫർട്ടബിൾ അല്ല, അവരുടെ സംസാരങ്ങളൊന്നും നിങ്ങൾക്ക് ഒട്ടും വൈബ് സെറ്റ് ആവണം നമ്മൾ പറയില്ല, ഒട്ടും സെറ്റ് ആവുന്നില്ല. എന്നാലും എങ്ങനെയെങ്കിലും എനിക്ക് ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആവണം, കാരണം എനിക്ക് എല്ലാവരുടെയും ഇടയിൽ എന്താ പറയുക, ഒരു അക്സെപ്റ്റൻസ് വേണം. ആ അക്സെപ്റ്റൻസിന് വേണ്ടി നമ്മൾ വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്സിലൊക്കെ പോയി ചാടും, അല്ലേ. അപ്പോൾ അത് നിങ്ങളെ നെഗറ്റീവ്ലി ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൗ വിൽ വി അണ്ടർസ്റ്റാൻഡ് ആരാണ് നമ്മുടെ ലൈഫിലെ ശരിക്കുള്ള ആൾക്കാർ, അല്ലേ, ഹൂസ് ആക്ച്വലി ട്രൂ ടു അസ്, ഹൗ ഡു വി ഗെറ്റ് ടു നോ ലൈക്ക് ആരാണ് ശരിക്കും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കുറേ നാളൊക്കെ മിണ്ടാണ്ടിരുന്നാലും, ഓക്കെ, കുറേ നാളൊക്കെ നമ്മൾ ഒരു കോൺടാക്റ്റിൽ ഇരുന്നാലും, നമ്മൾ മെസ്സേജ് അയച്ചില്ലെങ്കിലും, നമ്മൾ വിളിച്ചില്ലെങ്കിലും, നമ്മൾ എവിടെയാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുകയല്ല, പക്ഷേ ഇഫ് ദേ ആക്ച്വലി കെയർ അബൌട്ട് us, ദ റൈറ്റ് പീപ്പിൾ, നമ്മളെല്ലാ കോൺടാക്ട്സും വേണ്ടാന്ന് വെച്ചാലും, നമ്മളെ എങ്ങനെയൊക്കെ അവരെ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ അവരെ ഒഴിവാക്കിയാലും, ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ശരിക്കും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദേ വിൽ കം ടു യു ആൻഡ് ദേ വിൽ കം ടു യു ഇൻ ദ റൈറ്റ് വേ. ഒരുപാട് നിങ്ങളെങ്ങനെ ഫോഴ്സ് ചെയ്ത് അവരിലേക്ക് അടുപ്പിക്കുകയല്ല, പക്ഷെ അവർ ചോദിക്കും, ഓക്കെ ആണോ, നീ ഓക്കെ ആണോ, നിനക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ നമ്മളെ ശരിക്കും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾ പഠിക്കാൻ ഒരുപാട് നിങ്ങൾക്ക് സമയം വേണം, നിങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം തോന്നുമ്പം ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാത്തവരായിരിക്കും നിങ്ങളുടെ ട്രൂ ഫ്രണ്ട്സ്. നമ്മൾ ഗേൾസിന് അമേസിങ് അബിലിറ്റീസ് ഉണ്ട്, ഓക്കെ. എല്ലാവരും പറയില്ലേ ഗേൾസ് ഹാവ് നോ ലിമിറ്റ്സ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ വി ഹാവ് നോ ലിമിറ്റ്സ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറന്ന് പാരി നടക്കാം, ബിക്കോസ് ഈ ലോകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫ്സ് ഒക്കെ ഭയങ്കര വലുതാണ്, ഓക്കെ. പക്ഷേ ഇൻ ആർ ലൈഫ് വി ക്യാൻ ഓൾസോ ഡിസൈഡ് ഹൂ ഈസ് എൻറ്ററിങ് ആർ ലൈഫ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ലിമിറ്റ്. ഓക്കെ, ഗേൾസ് ആർ ലിമിറ്റ്ലെസ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ഇഷ്ടമുള്ളതൊക്കെ മക്കൾക്ക് ചെയ്യാം, മക്കളൊക്കെ പഠിച്ച് അടിപൊളി ഡോക്ടേഴ്സും ആവും, നിങ്ങളുടെ ഫ്യൂച്ചറും സെറ്റ് ആവും. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഏറ്റവും ഡീപ്പസ്റ്റ് സീക്രറ്റ്സ് അറിയുന്നത് ആർക്കാണ്? നമ്മളുടെ ലൈഫിലെ നമ്മുടെ പോസിറ്റീവ് ആൾക്കാർ, നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന, നമ്മളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവർക്കൊക്കെ ഒരു സ്പെസിഫിക് ലൈൻ ഉണ്ടായിരിക്കണം. ആ ലൈൻ ക്രോസ് ചെയ്ത് വരുന്നത് വളരെ സ്പെഷ്യലൈസ്ഡുള്ള ആളുകൾ മാത്രമേ. അതായത് എല്ലാവർക്കും മക്കളൊരു ഓപ്പൺ ബുക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് അതാണ്. നമ്മൾ ആരെങ്കിലും ഒട്ട് ഫ്രണ്ട്സ് ആയി കഴിയുമ്പോൾ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടപ്പെടും, അല്ലെ, അവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മളെ എല്ലാ രഹസ്യവും അവരോട് പറഞ്ഞു, അവരുടെ എല്ലാ രഹസ്യവും നമ്മളോട് പറഞ്ഞു. നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ പോയി പഠിക്കാനൊക്കെ പോകുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് കുട്ടികൾക്കിത്. എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്സായി കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ആ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഗ്യാപ്പ് വന്നു, അവിടെ ഒരു വഴക്കായി, ഓക്കെ, പിന്നെ ടെൻഷനാണ്. ഓക്കെ, അയ്യോ
അയ്യോ അയാൾ ഞാൻ പറഞ്ഞതൊക്കെ ഇനി അവിടെ പോയി ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ പോയി അവിടെ പറഞ്ഞിട്ടുണ്ടാവോ, ആകെ ടെൻഷനും വിഷമവും. ഈ സ്ട്രെസ്സ് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. ആൻഡ് അങ്ങനെയുള്ള ഒരാളെയും നമ്മുടെ ഇന്നർ സർക്കിളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള ഗോസിപ്സിലൊന്നും പെടാതിരിക്കുന്നതാണ് മക്കൾക്ക് നല്ലത്. നമ്മൾ ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞ് നമ്മുടെ മനസ്സ് തന്നെ അങ്ങൊരു നെഗറ്റീവ് വേയിലേക്ക് മാറും. എപ്പോഴും എന്താ പറയുക, ചിന്തിക്കുന്നത് നെഗറ്റീവ്. ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പം അയാളെക്കുറിച്ച് കുറേ പേരിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും കയറി നമ്മുടെ ഒപ്പീനിയൻ പറയണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആൾ ദ്രോഹമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം നിങ്ങൾ എന്തിനാ വെറുതെ കയറിയിട്ട് ശരിയാ അവൻ അങ്ങനെ തന്നെയാണ്, എന്തിനാ നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ, അവൾ അങ്ങനെ തന്നെയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലും മക്കൾ ആരെയും നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജെന്യുവനായി, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടന്ന ഒരു കാര്യം, നിങ്ങൾ കണ്ട ഒരു കാര്യം, ഓക്കെ, അത് നിങ്ങൾക്ക് മറ്റൊരാളടുത്ത് പറയും, ഞാൻ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതല്ലാതെ ഒരാൾ വന്ന് ഇത് പറഞ്ഞോ അല്ലെങ്കിൽ കഥകളായിട്ട് ഇങ്ങനെ റൂമേഴ്സ് കേട്ട് ഒരിക്കലും നമ്മൾ ഒരാളെക്കുറിച്ചും ഒരു നെഗറ്റീവ് ന്യൂസ് നമ്മുടെ നാവിൽ നിന്നും വരാതിരിക്കട്ടെ. കാരണം നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ബാക്കി 5 പേര് നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാവും. ഓക്കെ, സോ എൻ്റെ മക്കൾ നല്ല അടിപൊളി, കോൺഫിഡൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് കൈൻഡ് വൈസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ലപോലെ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ധീര ബാച്ചിലേക്ക് വരാം. നമ്മൾ ഇനി ഇതുപോലെ വീട്ടിലൊക്കെ ഇരുന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ആയിട്ട് പഠിക്കാൻ പറ്റാത്തവർക്കായിട്ട് ധീര പ്ലസ് ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഓൺലൈനായിട്ട് അവിടെ ഇരുന്ന് പഠിക്കാം. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഐ ഹോപ്പ് എല്ലാവരും ഹാപ്പിയാണ്. ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഗേൾസ് എല്ലാവരും let me know in the comments if you like this message, if you want more like this. നിങ്ങൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ see you all soon my future doctors. All the best.